ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ്റെ ബേബീൻ്റെ ക്രാഡിൽ സെറിമണി ഫങ്ഷനാണ് ഇന്നുള്ളത്. അവളെ രണ്ടാമത്തെ ബേബീൻ്റെ ആണ്. അവൾക്ക് 2 ആൺകുട്ടിയാണ്. അങ്ങനെ ഞാനും ലസയും ബബ്ബൂസും എൻ്റെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പർച്ചേസിന് പോയി. കിഡ്സ് ഷോപ്പിൽ കയറി കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ ഗിഫ്റ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലസയും ഞാനും കുറേ നോക്കി. അവസാനം ലസക്ക് ഈ പാൻറ്റും ടീഷർട്ടും നല്ല ഇഷ്ടമായി. അങ്ങനെ ഇതെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നേരെ 4 മൈൽ പോകാനുണ്ട്. ഉമ്മാൻ്റെ ഒരു കൂട്ടാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബേബിക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് 2-3 ടീഷർട്ട് കണ്ടു. അങ്ങനെ ലിദാഫിന് 2 ടീഷർട്ടൊക്കെ അവിടുന്ന് എടുത്ത് അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ ബില്ലാക്കാൻ കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ 4 മൈൽ വന്നു. കാരണം ഉമ്മയും ചമ്മും ഞങ്ങളെ കൂടെയാണ് വരുന്നത്. അങ്ങനെ 4 മൈൽ വന്ന് അവരൊക്കെ വേഗം റെഡിയാവാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ടാണ് റെഡിയാവാൻ വേണ്ടി. കാരണം ഡ്രസ്സൊക്കെ അവിടെയല്ല ഉള്ളത്. ലിദാഫാണെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളത്. അവന് വന്നില്ല. ഇവരെ ലസാനെയും ബബ്ബൂസിനെയും ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോയിരുന്നു. കാരണം ലസാക്ക് എന്തൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ ഞാൻ കൊണ്ടാണ് ക്ലാസ്സിൽ പോയതിന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഇവരൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ റെഡിയാകുന്നുണ്ട്, ചമ്മു റെഡിയാകുന്നുണ്ട്, ഷീസയും അല്ലൊക്കെ റെഡി ആയിട്ട് ഇവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇനി ഇപ്പോൾ ലസാനും ബബ്ബൂസിനും വേഗം എനിക്ക് റെഡിയാക്കണം. പിന്നെ ഞാനും റെഡി ആയിട്ട് വേണം നമുക്ക് പോവാൻ. കാരണം ഫങ്ഷന് മഗ്‌രിബിന് ശേഷമാണ്. ഏകദേശം ഒരു 8 o'clockനായിരിക്കും മിക്കവാറും ഫങ്ഷന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി നിസ്കാരം കഴിഞ്ഞിട്ട് പോകാമെന്നല്ല വിചാരിച്ചിട്ടുള്ളത്. മഗ്‌രിബൊക്കെ കഴിഞ്ഞ് ബബ്ബൂസ് ആണെങ്കിൽ ഡ്രസ്സ് ഇട്ട ഉടനെ അവിടെ ഉറങ്ങിപ്പോയി. ലത വേഗം റെഡിയായിട്ട് ഷിസാൻ്റെ കൂടെയും പിന്നെ അല്ലുൻ്റെ കൂടെയൊക്കെ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടുണ്ട് ഗെയിം കാര്യങ്ങളൊക്കെ. അന്നേരം കുട്ടികളൊക്കെ റെഡിയായതിന് ശേഷം ഞാനും വേഗം റെഡിയാവാൻ ഇവിടെ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഞാനും കൂടി റെഡിയായി. ബബ്ബൂസ് നല്ല ഉറക്കത്തിലുള്ളത്. ഇനിയിപ്പോൾ പോകുന്ന സമയത്ത് എന്തൊക്കെ പിരിയുണ്ടാവും, കരച്ചൽ കാര്യങ്ങളൊക്കെ. ഉപ്പ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. ഉപ്പ വന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം പോകുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനുണ്ട്. അവൾ വാങ്ങിച്ചിരുന്നില്ല. ഞാനാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വരുമ്പോഴൊക്കെ എല്ലാം വാങ്ങിച്ച് കൊടുക്കുന്നത്. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരുടെ അടുത്ത് പോയി. സാധാരണ നമുക്ക് ഇങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. റെഡിയാവലും പെട്ടെന്ന് പോവാറുമാണ് സാധാരണ നടക്കാറ്. അങ്ങനെ ഇന്ന് നല്ല ഫ്രീ ടൈം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇന്ന് ഉമ്മ നിസ്കരിച്ചുകൊണ്ടുണ്ട്. ബബ്ബൂസാണെങ്കിൽ നല്ല ഉറക്കത്തിലും. പിന്നെ ഉപ്പ വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് അവിടെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ലത്തിച്ച പെട്ടെന്ന് വന്നു. ലത്തിച്ച വന്നിട്ട് നമുക്ക് ഞാൻ ഏകദേശം ഡ്രസ്സൊക്കെ ആക്കിയിട്ട് മുണ്ടാത്ത ഇരുന്നുകൊണ്ട് ലത്തിച്ചാൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത്. ലത്തിച്ച അറിഞ്ഞിട്ടില്ല വീഡിയോ എടുത്തത്. അന്നേരം ലസാൻ്റെ അടുത്ത് ഞാൻ മെല്ലെ പറഞ്ഞു, പപ്പ വന്നിട്ടുണ്ട്, നീ മെല്ലെ വീഡിയോ എടുക്കുക, ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ ലത്തിച്ച അറിയാത്ത ലസ ഇപ്പുറത്തുനിന്ന് വീഡിയോ എല്ലാം എടുത്ത്. വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ ആൾ അങ്ങനെ നിൽക്കാറില്ല. വീഡിയോ ഫോട്ടോസൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല ആൾക്ക്. അങ്ങനെ അല്ലുക്കുട്ടനാണെങ്കിൽ ലത്തിച്ചാനെ ഭയങ്കര ഇഷ്ടമാണ്. ലത്തിച്ചാനെ കണ്ടാൽ പിന്നെ പെട്ടെന്ന് അവന് ലത്തിച്ചാൻ്റെ കൂടെ തന്നെ മടിയിൽ പോയി ഇരിക്കുകയോ കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമോ. അവനെന്തോ ചെറിയ ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ അങ്ങ് പോവാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. ലസ, ഉമ്മ, ചമ്മൊക്കെ ഇറങ്ങി. ഉപ്പാനെ വെയിറ്റ് ചെയ്യുന്നുള്ളത്. ഉപ്പ വന്നിട്ടേ ഇല്ല ആ സമയം വരെ. അങ്ങനെ അല്ലുക്കുട്ടനും ലിദാഫൊക്കെ അപ്പുറം കളിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് വണ്ടി കയറി. അങ്ങനെ ഞങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ് എത്തി. എൻ്റെ സിസ്റ്ററിന് പിന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കിഡ്സ് ഷോപ്പിൽ ഞങ്ങൾ കയറി ബേബിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ ഡ്രസ്സ് നോക്കിക്കൊണ്ടുള്ള സമയത്ത് ഞാൻ ഇപ്പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ. ഇത് ന്യൂ ബോൺ ബേബി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് നല്ല ഡ്രസ്സൊന്നും വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല. ആ സമയത്ത് കൂടുതൽ ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ക്ലോസ് ചെയ്തിരുന്നു. പക്ഷെ അനിയത്തി പെട്ടെന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോയി.
അങ്ങനെ ഞങ്ങൾക്ക് ഷൂ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പുറത്ത് ഷോപ്പിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കുറേ നോക്കി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അന്നേരം ലേറ്റായിക്കൊണ്ട് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മേൽപ്പറമ്പ് ഗോൾഡൻ ബേക്കറിയിലേക്ക് വിട്ടു. ഗോൾഡൻ ബേക്കറിയിലായിരുന്നു നമ്മളെ ഫങ്ഷന് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ബേക്കറിയിലെത്തി. എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അവിടെ പാർക്കിംഗ് കുറച്ച് കുറവാണ് കിട്ടാറ്. പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ വരുന്നൊരു ബേക്കറി ആയിക്കൊണ്ട് പിന്നെ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇന്നാണെങ്കിൽ ഫങ്ഷനും കൂടിയാണല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇത് ഗോൾഡൻ ബേക്കറീൻ്റെ ഫ്രണ്ട് കൂടിയല്ല നമ്മൾ പോകേണ്ടത്, സൈഡിലൊരു സ്ഥലമുണ്ട്. അതിൽ കൂടി ലിഫ്റ്റ് കയറിയാൽ നേരെ അങ്ങോ അവിടത്തേക്ക് എത്തും. അങ്ങനെ ഞങ്ങൾ നടന്നു പോയി അങ്ങോട്ട്. ഉമ്മക്കാണെങ്കിൽ അങ്ങനെ കുറേ നടക്കാനൊന്നും പറ്റുന്നില്ല, കാൽവേദനയൊക്കെ ഉള്ളതല്ല. പിന്നെ ഞാൻ ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ അതിലിട്ട് കുറച്ച് ലോങ് വണ്ടി വെച്ചിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടി ഇപ്പോൾ പോകുന്നുള്ളത്. ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ട്. കുട്ടികളൊക്കെ ആദ്യം തന്നെ കയറിപ്പോയിന്. അങ്ങനെ ഉപ്പാവും ഞങ്ങളൊക്കെ ലിഫ്റ്റ് കയറി നേരെ പാർട്ടി ഹാളിലേക്ക് തന്നെയാണ് അതിൻ്റെ എൻട്രൻസ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ നല്ലൊരു പാർട്ടി ഹാളാണിത്. ഞങ്ങൾ പോകുന്നേരം അങ്ങനെ അധികം ആളൊന്നും അവിടെ എത്തിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ഇത് കിട്ടി. അല്ലെങ്കിൽ ആളൊക്കെ കുറേ കൂടിയിട്ട് നമുക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല. അങ്ങനെ ഞാനും അവരും എല്ലാവരും ഒന്നിച്ച് നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇതെൻ്റെ കസിൻ്റെ രണ്ടാമത്തെ ബേബീൻ്റെ ഫങ്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറേ സമയം ഇരുന്ന്. ഇത് കസിൻ്റെ ഫസ്റ്റത്തെ മോനാണ്, നൂഹ്. നല്ല ക്യൂട്ടാണ്, അവൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ നല്ല രസമാണ്. ഷീസയും ലസയും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടായിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബേബി അവർ തൊട്ടിലൊക്കെ കടത്തുന്നേ ഉള്ളൂ, എല്ലാം സെറ്റാക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിനല്ലോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ ബബ്ബൂസ് ആണെങ്കിൽ ചെറിയൊരു മൂഡ് ഓഫിലുണ്ടായി, ഉറക്കിലുണ്ടായി. ഇതെൻ്റെ ബ്രദറിൻ്റെ ബേബിയാണ്, നബുവിൻ്റെ. നല്ല ക്യൂട്ടാണ് മാഷാല്ലാ. ബേബി ഉമ്മാൻ്റെ മടിയിൽ എന്തെന്നറിയില്ല, അല്ലെങ്കിൽ അവനങ്ങനെ എല്ലാവരുടെ അടുത്തൊന്നും പോവാറില്ല. അന്ന് നേരെ ഇരുന്നിന്, കാരണം ഈ കുട്ടികളൊക്കെ കണ്ടിട്ടാകുമ്പോൾ ബേബിക്ക് നല്ല ഹാപ്പി ആയിന്, അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ബബ്ബൂസിന് ഇങ്ങനത്തെ ബേബീസിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ബബ്ബൂസിന് തീരെ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല, കുറച്ച് കരച്ചൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അവൾ വർക്ക് വന്നാൽ സാധാരണ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ അവരെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അവരുടെയൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഇരുന്നു, ബേബീനൊക്കെ കളിപ്പിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ബേബീനെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ നല്ല പോലെ പിടിച്ചിട്ട് നിന്നിന്, കാരണം ഉമ്മ തരുന്നേയില്ല. ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ബേബീനെ. അങ്ങനെ ബബ്ബൂസ് ആണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ബബ്ബൂസിന് ഒരു മൂഡും ഇല്ല, എന്തെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് കുറേ ഫോണൊക്കെ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഫോൺ കൊടുത്താൽ അവൾ അപ്പം തന്നെ ചാർജൊക്കെ തീർക്കും. ബ്രദറും എൻ്റെ കസിൻ്റെ ഉപ്പയും ആണ്. അങ്ങനെ ഇവരൊക്കെ ഞാൻ ഫോട്ടോസ് അതൊക്കെ എടുത്തുകൊണ്ടുണ്ടായിന്. എല്ലാവരും വന്നുകൊണ്ടും പോയിക്കൊണ്ടൊക്കെ ഉണ്ട്. അന്നേരം ഫുഡ് കൊടുക്കാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വേഗം ബബ്ബൂസിന് ഫുഡ് എടുത്ത് കൊടുത്തു, ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഉറങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിന്. കാരണം നേരത്തെ ഉണ്ട് പറയുന്നത് എനിക്ക് ഉറക്ക് വരുന്നു മമ്മ. അന്നേരം ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം. അങ്ങനെ ലസാനെയും ബബ്ബൂസിനും അല്ലുവിനെയും ഷിസാനെയും ഇവരൊക്കെ ഇരുത്തിയിട്ട് ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു. അവരെ കൂടെ കസിൻ്റെ മോനും കൂടി ഇരുന്ന് അവരൊക്കെ ഒന്നിച്ച് സംസാരിച്ച് കൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതെൻ്റെ ബ്രദറാണ്, എൻ്റെ വലിയ കാക്കാൻ്റെ മോന് സെമീർ. അവൻ്റെ ചെറിയ ബേബിയാണ്, രണ്ടാമത്തെ മോളാണിത്. അങ്ങനെ ഇവർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമാണ്. എൻ്റെ സ്വന്തം ബ്രദേഴ്സിനെ പോലെ തന്നെ എനിക്ക് എൻ്റെ കസിൻ ബ്രദേഴ്സൊക്കെ. ഇതെൻ്റെ ആൻറ്റീൻ്റെ പേരക്കുട്ടികളാണ് ഇതൊക്കെ. ഇവരൊക്കെ കുറച്ച് ലേറ്റായിരുന്നു വരാൻ. ഇവരെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് എല്ലാവരുടെ എടുക്കുമ്പോൾക്ക്. ഇത് എൻ്റെ വലിയ ബ്രദറാണ് മോൺച്ച. പിന്നെ ഇതെൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് അബള്യ. ഇവരൊക്കെ ബന്ദിയോടാണ്. ഇവരെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അവരറിയാത്ത എടുത്തു. അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി. ഉമ്മ ഞാൻ
ചമ്മൊക്കെ താഴെ ഇറങ്ങിയിട്ട് വന്നു. അന്നേരം ഇത് ബേക്കറി കാണുമ്പോൾ ബബ്ബൂസ് എല്ലൊക്കെ പിരിപിരിയാക്കി, ചോക്ലേറ്റ് വേണോ അത് വേണോ ഇത് വേണോ എന്നല്ല. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയേ ഇല്ല. കാരണം ഇതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുതൊക്കെ. കമൻറ്റ് ബോക്സിൽ കമൻറ്റും സെൻഡ് ചെയ്യണേ. വീഡിയോ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പിന്നൊരു ഫങ്ഷൻ്റെ വീഡിയോ കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫങ്ഷൻ തന്നെ തലേദിവസം ഉണ്ടായിരുന്നു, ഇന്നും ഫങ്ഷന്. അങ്ങനെ ലസമോൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടുണ്ട്. ബബ്ബൂസിന് ഞാനാണ് ഒരുക്കുന്നത്. ബബ്ബൂസ് ഡാൻസും ഇതും ഫുള്ള് ഹാപ്പിയിലാണ്. കാരണം ഷീസാൻ്റെ അവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ ഇവർക്ക് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ബബ്ബൂസിന് ഞാൻ പാൻറ്റൊക്കെ ഇട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ളത്. ബബ്ബൂസ് ഈ ഡ്രസ്സാക്കുന്ന സമയത്ത് അടങ്ങിയിരിക്കില്ല. അവൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ബട്ടൺസ് പോലും മര്യാദയ്ക്ക് ഇടാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ ബബ്ബൂസിനെ എങ്ങനെയെങ്കിലും ഒരുക്കിയെടുത്ത് അവിടെ എത്തി തല വരാൻ സ്റ്റാർട്ട് ചെയ്തു. തല കെട്ടുന്ന സമയത്താണെങ്കിൽ അവൾക്ക് പല അഭിപ്രായങ്ങൾ. അങ്ങനെ കെട്ടും അമ്മ, ഇങ്ങനെ കെട്ടും, എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കെട്ടിയത് നേരായില്ലെങ്കിൽ അപ്പം തന്നെ അവൾ അത് റബ്ബർ ബാൻഡ് എടുത്ത് ചാടും. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിക്കും എന്താക്കണോ, ഹെയർ ബാൻഡ് വെക്കണോ അല്ലെങ്കിൽ കെട്ടണമെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു രാത്രിയല്ലേ ഫങ്ഷൻ, അപ്പോൾ നിങ്ങൾക്ക് ചൂടെടുക്കും പറഞ്ഞിട്ട് തല ഇങ്ങനെ കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു ബബ്ബൂസിന്. ആദ്യം ഇവരെ ഒരുക്കിയാൽ പിന്നെ ഞാൻ ഫുള്ള് ഫ്രീ ആവും. എനിക്ക് പെട്ടെന്ന് ഒരുങ്ങിയിട്ട് പിന്നെ പോയാൽ മതിയല്ലോ. ഇന്നും ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ കൂട്ടാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ലസാന് റെഡിയാവാൻ പറഞ്ഞു. ബബ്ബൂസ് ഓൾറെഡി റെഡിയായിട്ട് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടുണ്ട്. ലസമോളാണെങ്കിൽ അവൾ തനിയെ റെഡി ആയിക്കോളും. അവൾ ഒന്നിനും എന്നെ വിളിക്കാറില്ല. തലവാരും ഡ്രസ്സൊക്കെ അവൾ തന്നെ ചെയ്തോളും. ഡ്രസ്സ് ഇടുന്ന സമയത്ത് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ ഏതിടണമെന്ന്. അത് ഞാൻ പറഞ്ഞാൽ അവൾ അത് തന്നെ എടുത്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്തോളും. അങ്ങനെ അവൾ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടുണ്ട്. അവൾക്ക് അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ല. ബബ്ബൂസ് ആണെങ്കിൽ എവിടെ പോന്നിട്ട് മുമ്പ് ആദ്യം എന്നോട് പറയും അമ്മ ലിപ്സ്റ്റിക്ക് ഇതാ. ഇപ്പോഴാണെങ്കിൽ കണ്ണിലൊരു കുരു വന്നതിന് ശേഷം ഡോക്ടർ വഴക്കറിഞ്ഞതിന് ശേഷം കുറച്ച് അവൾ നിർത്തിന് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കിപ്പോൾ സമാധാനം ഇല്ലെങ്കിൽ എത്തിച്ച വഴക്കറിഞ്ഞുകൊണ്ടുണ്ടാവും കുട്ടികൾക്ക് എന്തിനും ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇട്ട് കൊടുക്കുന്നതൊന്നും അല്ല, അവർ അത് ഇട്ടില്ലെങ്കിൽ കരഞ്ഞുകൊണ്ടുണ്ടാവും. അങ്ങനെ ഇവരൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ ഇവിടെ റെഡിയാണെന്നുള്ളത്. കാരണം വേഗം പോകണം, രാത്രിയാണ് ഫങ്ഷൻ, കുറച്ച് ലോങ്ങാണ് വീട്. അപ്പോൾ രാത്രി അങ്ങോട്ട് ഡ്രൈവ് ആക്കുന്ന ഇപ്പോൾ റോഡ് വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഡ്രൈവിങ്. അങ്ങനെ ഇന്ന് എത്തിച്ചാൽ വരുമില്ല. എന്നോട് പറഞ്ഞു ഓൾറെഡി ഞാൻ വരില്ല, ഞാൻ കുറച്ച് ലേറ്റാവും, നമുക്ക് ലോങ്ങൊക്കെ എവിടെ പോകാനുണ്ടെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി ഡ്രസ്സൊക്കെ ആക്കി. അങ്ങനെ ബബ്ബൂസിനെ ലസാനൊക്കെ വിളിച്ചു വേഗം പോവാന്ന് പറഞ്ഞിട്ട്. ലിതാഫ് വരുന്നില്ല എന്നല്ല പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അവസാനം അവനും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഉമ്മാൻ്റെ ആണെങ്കിൽ അവിടെ റെഡിയായിട്ട് എനിക്ക് 2 പ്രാവശ്യം ഓൾറെഡി കോൾ ചെയ്തു. ഞാൻ പറഞ്ഞു കുറച്ച് ലേറ്റായിട്ട് പോയാൽ കുട്ടികളെ അത്ര പിരിയാക്കൂലല്ലോ. അങ്ങനെ ഞങ്ങൾ കഴിയുന്നത്ര ലേറ്റാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു. അതിനിടയിൽ ഞാൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ലസ എന്നോട് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് വേഗം പോവാം അമ്മ, ഷിസ അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ലസാൻ്റെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ്റെ വീട് അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കസിൻ്റെ അവരെ റിസപ്ഷനാണ്. അവന് ഡോക്ടറാണ്, അവൻ്റെ വൈഫും ഡോക്ടറാണ്. അവർ ബേക്കലത്താണ് അവരെ ക്ലിനിക്ക് കാര്യങ്ങളൊക്കെ. അങ്ങനെ ആദ്യമായിട്ടാണ് അവരെ വീട്ടിൽ ഞങ്ങൾ പോകുന്നുള്ളത്. അവൻ്റെ വീടല്ല, അവൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് റിസപ്ഷന്. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലെത്തി, ഫങ്ഷൻ്റെ വീട്ടിലെത്തി. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായി. ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു പോവാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിരുന്ന്.
കുട്ടികൾക്കൊക്കെ ഓരോന്ന് എടുത്ത് കൊടുത്ത് സൂപ്പ് കാര്യങ്ങളൊക്കെ. അവരാണെങ്കിൽ രാത്രി അങ്ങനെ എന്തൊക്കെ കഴിക്കൂല്ല, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് അവരെ കഴിപ്പിച്ചു. കാരണം ഇല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ വീണ്ടും വിശക്കുന്നു അങ്ങനെ ഇങ്ങനെ പറയും. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തു. ബബ്ബൂസ് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ കഴിക്കുന്നേ ഇല്ല, വേണ്ടെന്ന് പറയാം. അവൾക്കാണെങ്കിൽ രാത്രി ആകുമ്പോൾക്ക് പെട്ടെന്ന് ഉറക്ക് വരും, അങ്ങനെ പിരിയായിക്കൊണ്ടുണ്ടായിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡിങ് കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് വന്ന് അകത്ത് വന്ന്. പിന്നെ കുറേ ആൾക്കാർ വന്നുകൊണ്ടുണ്ടായിന്. ബാക്കി എൻ്റെ ലോങ്ങിലെ കസിൻസൊക്കെ എത്തുന്നുണ്ടായിട്ടുള്ളൂ. എൻ്റെ ഉമ്മാൻ്റെ ഫുൾ ഫാമിലി അന്ന് ഫംഗ്ഷന് ഉണ്ടായിരുന്നു, എല്ലാവരും വന്നിരുന്നു. കുറേ ആൾക്കാർ ലേറ്റായിട്ട് വന്നത്, കുറച്ച് ആൾക്കാർ നേരത്തെ വന്നു. അങ്ങനെ ഞങ്ങൾ അകത്തിരുന്ന് എൻ്റെ ബാക്കി കസിൻസൊക്കെ വന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുണ്ടായിന്. ഉമ്മ ആണെങ്കിൽ പോവാന്ന് പറയുന്നുണ്ടായിന്. കുറച്ച് ലേറ്റായിരുന്നു, 10 o'clock അവരെ. അപ്പോൾ ഉമ്മ പറഞ്ഞ് നമ്മൾ പോവാ, കുട്ടികൾക്കൊക്കെ ഉറക്കം വരുമെന്ന്. കുട്ടികൾക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല, അവർ കളിച്ചുകൊണ്ട് ഇതായിക്കൊണ്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കസിൻസൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തോണ്ടുണ്ട്. എല്ലാവരും വീഡിയോസൊന്നും ഞാൻ ഇതിലൊന്നും ഇടാറില്ല. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി അവരെ ബെഡ്റൂമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ബബ്ബൂസ് ഓടി പോകുന്നുണ്ട് അതിലൊക്കെ. അങ്ങനെ വിൻഡോയിൽ ഞാൻ പന്തൽ കാണുന്നെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് വിൻഡോ ഓപ്പൺ ചെയ്ത് ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി